കാനഡയിലൊക്കെ മലയാളികൾ ഇഷ്ടംപോലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരികയും ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം എക്സ്റ്റൻഷനൊക്കെ എടുത്ത് ഇവിടെ കാനഡയിൽ വർക്ക് പെർമിറ്റ് എടുത്ത് നിൽക്കാറുണ്ട്. അതിനുശേഷം ഇൻ കേസ് അവർക്ക് PR എലിജിബിലിറ്റി ഇല്ല, അതല്ലെങ്കിൽ ഒരു രീതിയിലും വർക്ക് പെർമിറ്റിലൊന്നും കൂടുതൽ കാലം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്ക മലയാളികളും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് പതിവ്. എന്നാൽ ഇന്ത്യയിലെ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പല ആൾക്കാരും ഇതേപോലെ തന്നെ കാനഡയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരികയും അതിനുശേഷം വർക്ക് പെർമിറ്റ് നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാലയളവിൽ തന്നെ ഏകദേശം ഒരു 20,000 കനേഡിയൻ ഡോളർ, അതായത് ഒരു 10-12 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അവർ PR ഒപ്പിച്ച് ഈ കാനഡയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട് എന്നൊരു റിപ്പോർട്ട് റീസെൻ്റായിട്ട് വരികയും ചെയ്തു. ഇതൊരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാനഡയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഒരു സംഭവമാണ്. കാനഡയിലെ ഒണ്ടാരിയോ തന്നെ ഒരു പ്രിൻസ് എഡ്വേർഡ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കൗണ്ടിയുണ്ട്. ആ കൗണ്ടിയിലെ പിക്ടൺ എന്ന് പറഞ്ഞൊരു ടൗണിലെ ഏകദേശം 5,000 മാത്രം പോപ്പുലേഷനുള്ളൊരു ടൗണാണ്. ആ ടൗണിൽ ഇപ്പം കാനഡയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് ടിം ഹോട്ടൻസ് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ടിം ഹോട്ടൻസിലെ ഒരു ഇഷ്ടംപോലെ ഇന്ത്യൻസൊക്കെ വർക്ക് ചെയ്യുന്നൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ മാനേജർ ഒരു ഇന്ത്യൻ ലേഡിയായിരുന്നു. അങ്ങനെ ആ ഓഫീസ് ഷോപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 17 വയസ്സുള്ളൊരു പെൺകുട്ടി, ആ ഒരു കനേഡിയനായിട്ടുള്ള ലേഡി അവിടെ ജോലിക്ക് കയറുകയും അവിടെ ജോലി മുന്നോട്ട് നടന്നു പോവുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ആ ടിം ഹോട്ടൻസിലെ മാനേജർ ആ പെൺകുട്ടിയോട് ഒരു ഓഫർ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെ ഇവിടെ ടിം ഹോട്ടൻസിലെ ഒരു മിനിമം വേജൊക്കെ മേടിച്ച് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം ഏകദേശം ഒരു കനേഡിയൻ ഡോളർ ഒരു 20,000 കനേഡിയൻ ഡോളറോളം തരാം, അതിന് പകരമായിട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്യുമെൻറ്റിൽ ഒന്ന് ജസ്റ്റ് സൈൻ ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടി ആ മാനേജറോട് ചോദിച്ചു, എന്ത് ഡോക്യുമെൻ്റാണ് സൈൻ ചെയ്യേണ്ടത്? 20,000 ഡോളർ എന്ന് പറയുന്നൊരു വലിയ എമൗണ്ടാണ്, അത് കിട്ടാൻ മാത്രം എന്ത് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ മാനേജർ പറഞ്ഞത് തൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിൽ വന്നിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ വർക്ക് പെർമിറ്റിൽ ഇപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കാരണവശാലും PR കിട്ടാൻ യാതൊരു സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഒരു ലീഗലായിട്ട് ഏതെങ്കിലും കനേഡിയൻ സിറ്റിസണായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ട് കാനഡയിൽ നിൽക്കാൻ സാധിക്കും, മാത്രമല്ല കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഡയറക്റ്റ് കിട്ടുകയും ചെയ്യും. വൺസ് കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം മറ്റൊരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലീഗലായിട്ട് സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുകയും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യത്തില്ല. മാത്രമല്ല അതിനുശേഷം രണ്ടുപേർക്കും രണ്ട് വഴിക്ക് പോകാനും സാധിക്കും, ഇതിൽ നിന്ന് യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകത്തില്ല എന്ന് അവർ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഈ കമ്മ്യൂണിക്കേഷനെല്ലാം നടത്തിയത് ഒരു മെസ്സേജിങ് മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആ പെൺകുട്ടി ഇത് മെസ്സേജ് കണ്ട ഉടനെ പേടിക്കുകയും നെക്സ്റ്റ് ഡേ ടിം ഹോട്ടൻസിൽ ചെന്ന ഉടനെ തന്നെ മറ്റൊരു മാനേജറായിട്ടുള്ള ലേഡിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞത്, അവരൊരു ഇന്ത്യക്കാരിയായിരുന്നു, അവരും പറഞ്ഞത് ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്, അങ്ങനെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒത്തിരിയധികം ആൾക്കാർക്കാണ് ഇതുപോലെ ഫേക്കായിട്ടുള്ളൊരു മാരേജൊക്കെ നടത്തിയത് കൊണ്ട് അവർക്കെല്ലാം ഒരു 20,000 ഡോളറിനടുത്ത് കിട്ടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ തന്നെ വീണ്ടും മറ്റ് പല ആൾക്കാരുമായിട്ട് അങ്ങനെ ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് സംശയങ്ങൾ തോന്നുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെയൊന്നും കള്ളത്തരങ്ങളൊന്നും കാണിക്കാത്ത ഒരാളെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് യാതൊരു ഡൗട്ടും തോന്നത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പെൺകുട്ടി അപ്രോച്ച് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി തിരിച്ച് മാനേജറോട് പറഞ്ഞത്, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒത്തിരിയധികം റിസ്ക്കുകളുണ്ട്, മാത്രമല്ല തനിക്ക് ഒരു 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ തിരിച്ച് പറഞ്ഞത്, കാനഡയിലെ ഒരു റൂൾ പ്രകാരമാണെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞാൽ, അതും പേരൻസിൻ്റെ ഒരു സമ്മതം ഉണ്ടെങ്കിൽ തൻ്റെ മോള് കല്യാണം കഴിക്കുന്നതിൽ യാതൊരു വിരോധമില്ല എന്ന് പറഞ്ഞ് ഒരു സൈനോട് ചെയ്യുവാണെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും കാനഡയിൽ ലീഗലായിട്ട് തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കും എന്നുള്ളൊരു ലൂപ്പ് ഹോളോടാണ് അവർ ഇന്ത്യക്കാർ ഇതൊക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ പഠനം നടത്തിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയോട് ഇങ്ങനൊരു ഓഫർ അവതരിപ്പിച്ചത് പോലും. ഇതിനൊരു ഉദാഹരണമായിട്ട് അവർ പറഞ്ഞത്, ഏകദേശം 4 പേരോളം ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ കല്യാണം കഴിച്ച് പോവുകയും അവർക്കെല്ലാം 20,000 ഡോളറോളം കാശായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആരെയാണ് അവർ കല്യാണം കഴിച്ചത് എന്നുള്ളത് പോലും ആ കാനേഡിയൻ സിറ്റിസൺസ് ആയിട്ടുള്ള ലേഡികൾക്കൊന്നും അറിയത്തുപോലുമില്ല. ആ കനേഡിയൻ സിറ്റിസണായിട്ടുള്ള ലേഡി ഇതെല്ലാം കേട്ട ഉടനെ പേടിക്കുകയും ഒരു രീതിയിലും ഇത് ഇല്ലീഗലാണ്, താൻ ഇതിനകത്ത് ഉൾപ്പെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ആ ടിം ഹോട്ടൻസിൽ ആ ജോബ് റിസൈൻ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ആ പെൺകുട്ടിയുടെ റിലേറ്റീവ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും അവർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടെ ഈ ചാറ്റ് ഉൾപ്പെടെ ഇങ്ങനെ മാനേജർ ഇങ്ങനെ ഓഫർ കൊടുത്ത ചാറ്റ് ഉൾപ്പെടെ അത് പബ്ലിഷ് ചെയ്യുകയും അത് വൈറലാവുകയും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു.
ഇത് കാനഡയിലെ ഒരു മെയിൻ ന്യൂസ് ചാനൽ അറിയുകയും അവർ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സെയിം ടിം ഹോട്ടൻസിലെ അവരൊരു ജേർണലിസ്റ്റ് ആണ് എന്ന് പറയാതെ ഒരു കോഫി മേടിക്കാൻ വന്ന രീതിയിൽ അവിടെ ഡയറക്റ്റ് ആ മാനേജറിനോട് സംസാരിക്കുകയും ചെയ്തു. അതായത് ഇങ്ങനൊരു കാര്യം അറിഞ്ഞു, $20,000 കൊടുത്താൽ ഒരു ഫേക്കായിട്ടുള്ളൊരു മാരേജ് നടത്താം, അവർക്ക് സിറ്റിസൺഷിപ്പൊക്കെ കിട്ടുകയും ചെയ്യും, അതുകൊണ്ട് താൻ ഇതിനകത്ത് റെഡിയാണ്, എനിക്ക് $20,000 തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ട് അവർ ഈ ഓഫർ ആ ടിം ഹോട്ടൻസിലെ മാനേജറിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. I heard I could make $20,000 if I wanted to marry the manager's brother here. Can I start that process? I don't have any comments on that. You have no comments on it? So is it true or not? I'm not sure. Pardon me? No comments on that. No comments. So you're saying it's potentially true then by not saying it's not true. No comment. Are you the manager? No, ma'am. No? She's the lady. She's okay. That's the one that's offering $20,000 to marry her brother? You're not sure? No? Okay. Thanks anyway. എന്നാൽ എന്തോ കാരണം കൊണ്ട് ആ ടിം ഹോട്ടൻസിലെ മാനേജർക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് തനിക്കൊന്നും അറിയത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ ടിം ഹോട്ടൻസിലെ മാനേജർ ഒരു പോലീസിനെ വിളിച്ചിട്ട് ഇവിടെ ഈ ലേഡി ഇവിടെ ട്രസ്പാസ് ചെയ്യുന്നു, മാത്രമല്ല ഇവർ ജേർണലിസ്റ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇവിടെ ക്യാമറയൊന്നും എടുത്ത് ഇതിനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസിന് മുന്നിൽ ഇവരെ ഇവിടുന്ന് പുറത്താക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ പോലീസ് വന്നപ്പോൾ കഥ മാറി മറിയുകയാണ് ചെയ്തത്. ആ പോലീസുകാർ ആദ്യം തന്നെ ടിം ഹോട്ടൻസ് വർക്ക് ചെയ്ത ആൾക്കാരോട് ചോദിച്ചത് ഈ ലേഡി എങ്ങനെയാണ് ഇവിടെ അനധികൃതമായിട്ട് വന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തതെന്നാണ്. കാരണം ഇതൊരു പബ്ലിക് സ്പേസ് ആണ്, ഏതൊരാൾക്കും ഇവിടെ കോഫി കുടിക്കാനോ അല്ലെങ്കിൽ ആ കോഫി ഷോപ്പിലേക്ക് വരാനുള്ള ഒരു അധികാരമുണ്ട്. അപ്പോൾ ഈ ലേഡി അനധികൃതമായിട്ട് ഇവിടെ കടന്നു കയറി എന്ന് പറഞ്ഞ് എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ആ ടിം ഹോട്ടൻസ് വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചത്. മാത്രമല്ല അവരൊരു ജേർണലിസ്റ്റാണ്, അവർക്കൊരു പബ്ലിക് സ്പേസിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അധികാരം പൂർണ്ണ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല നിങ്ങൾക്ക് എഗൻസ്റ്റാണ് കേസ് എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ആ ടിം ഹോട്ടൻസിൽ വർക്ക് ചെയ്തവരോട് കയർക്കുകയാണ് ചെയ്തത്. The lady. What lady? The one who's running the. Yeah. And what's wrong with that? So he said that no one, like, she's trespassing the private property. How is she trespassing? Like he was like standing in the lobby. She is an independent journalist. She was never trespassed from this property, and she has for 100% rights to be here. Just because your boss doesn't like the fact that an independent journalist is in here video reporting, that's not up to him. She has the right to do that. I can call him and you can. I'm not gonna. No. I'm not gonna talk to him. You tell him that she has all the right to be here. I'm not gonna entertain that. You tell that to Mohammed. I'm sorry if I'm being crass with you, but you relay that to Mohammed. That I'm not even entertaining that portion of it, of this lady being here. ഈ വീഡിയോ വൈറലാവുകയും ഇഷ്ടംപോലെ ആൾക്കാർ കാണുകയൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും ഇപ്പം പറയുന്നത് ഇന്ത്യൻസ് ഇങ്ങനത്തെ പല രീതിയിലുള്ള ഫ്രോഡുലൻസ് ഒക്കെ കാണിച്ചിട്ടാണ് കാനഡയിൽ ഒരു PR കിട്ടി അല്ലെങ്കിൽ PR നേടി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പം നോർത്ത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനക്കാരോ അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം ചെയ്തതായിട്ടൊന്നും ബാക്കിയുള്ള ആൾക്കാരൊന്നും കൺസിഡർ ചെയ്യത്തില്ല. ഇതെല്ലാം ഇന്ത്യക്കാരാണ് ഇങ്ങനത്തെ മോശമായിട്ടുള്ള ഫ്രോഡുലൻസ് ഒക്കെ കാണിക്കുന്നത് എന്നാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു നോർമലായിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ PR തരുന്നില്ല അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവർ രണ്ട് കൈ നീട്ടി അത് സ്വാഗതം ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തന്നെ പോകാറാണ് പതിവ്. എന്നാൽ ഇന്ത്യൻസ് മാത്രമേ ഇങ്ങനത്തെ ഒരു ചെറിയ ലൂപ്പ് ഹോൾസ് പോലും ഇങ്ങനത്തെ രീതിയിൽ PR കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മാക്സിമം ഉപയോഗിക്കുന്നത് ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം. ഈ വീഡിയോ വൈറലായതിനു ശേഷം അവിടെ വർക്ക് ചെയ്ത ആ ഇന്ത്യൻ ലേഡി ആ കോഫി ഷോപ്പിൽ നിന്ന് പറഞ്ഞു വിടുകയും അവർ പിന്നീട് അന്വേഷിച്ചപ്പോൾ അവർ ബ്രാംപ്ടണിൽ താമസിച്ചിരുന്ന ഒരു ലേഡിയായിരുന്നു. അവർ ഈ രാജ്യം തന്നെ വിട്ട് തിരിച്ച് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് പോയി എന്നൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ളൊരു എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അവർ തിരിച്ച് ഇന്ത്യയിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു രീതിയിലുള്ള ഒരു എവിഡൻസും ഇല്ല. ഒരു പക്ഷേ അവർ ബ്രാംപ്ടണിൽ തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുന്നത്. വേറെ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്ത് വേറെ ഏതെങ്കിലും ആൾക്കാരെ ഇതുപോലെ കൺവിൻസ് ചെയ്ത് ഇതുപോലത്തെ ഫ്രോഡുലൻസ് കാണിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെയുള്ള ന്യൂസ് വന്നതിന് ശേഷം കാനഡ ഗവൺമെൻറ് ഇതൊക്കെ ശ്രദ്ധിക്കുകയും അവർ പുതിയ നിയമങ്ങളൊക്കെ ഇങ്ങനത്തെ പേരിലാണ് അവരുണ്ടാക്കുന്നത് തന്നെ. അതായത് ഇപ്പം തന്നെ നമുക്കറിയാം കാനഡയിലെ PR കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഓരോ ദിവസം കൂടുന്നത് ഇങ്ങനത്തെ പല ആൾക്കാരും പല രീതിയിലുള്ള ഒരു ഫ്രോഡുലൻസ് കാണിച്ചതിൻ്റെ പ്രകാരമാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് നമ്മൾ LMI ജോബൊക്കെ നിർത്തലാക്കുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ LMIയിലൊക്കെ ഒരു ഫ്രോഡുലൻസ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്.
LMA ഫ്രോഡുലൻസ് ഒക്കെ കാണിച്ചത് ഏത് നാട്ടുകാരാണെങ്കിലും അങ്ങനത്തെയുള്ള പരിപാടി തന്നെ നിർത്തലാക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡുലൻസ് കാണിക്കുമ്പോൾ ഇനി നാളെ ലീഗലായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് കല്യാണം കഴിക്കുമ്പോൾ പോലും ഈ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല എന്നൊക്കെ റൂൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തി കാണിച്ച ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കും പിന്നീട് നടക്കുന്ന ഒരു റേസിസം ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കാനഡയിലൊക്കെ സെറ്റിലായിട്ടുള്ള ആൾക്കാർ വേറൊരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ നിങ്ങളിങ്ങനെ ഫ്രോഡുലൻസ് ഒക്കെ കാണിക്കുന്ന ഒരാൾക്കാരല്ലേ, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴായിരിക്കും പിന്നെ നാളെ അത് ഇന്ത്യക്കാരനെ അഗേൻസ്റ്റ് ഒരു റേസിസം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരാൻ പോകുന്നത്. കാനഡയിൽ ഇപ്പം റീസെൻ്റായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊന്നും PR കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് അവരുടെ മെഷേഴ്സൊക്കെ സ്ട്രിക്റ്റ് ആക്കുകയും ഇങ്ങനെ വരുന്നവർക്കെല്ലാം PR കൊടുക്കണ്ട, അതിൽ നിന്ന് തന്നെ ഏറ്റവും കാനഡയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം PR ആയിട്ട് കൊടുത്ത് സെലക്ട് ചെയ്ത് ഇവിടെ നിർത്തിയാൽ മതി എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാൻ കാര്യം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.